ലിമിറ്റില്ലാതെ കുടിച്ചാൽ ലിവർ പോവും, വലിച്ചു തള്ളിയാൽ ലങ്സും പോവും. രണ്ടും ഒന്നിച്ച് ചെയ്താലോ നിങ്ങളും പോവും. മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമാണ്. ശരി എന്നാ. എടാ ജോമോനെ, നിനക്ക് എൻ്റെ വല്ല കാര്യമുണ്ടോ? എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഞങ്ങളിവിടെ താമസിച്ച പോരെ? അത് കുഴപ്പമില്ല ഡേവ് ചേട്ടാ. ഇനി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചാണോ നിൻ്റെ ഈ തീരുമാനം? അങ്ങനെയൊന്നുമില്ല. ശരി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അപ്പനെ വിളിച്ചാൽ മതി. വെച്ചിട്ട് പരിപാടിയായിട്ട്. അതെ അതെ. ഇല്ലല്ല. ഓക്കെ ശരി. അയ്യൻ്റെ അമ്മേ! ജോമോനെ, നിനക്കെന്താ പറ്റിയേ? നീ ആരെ കണ്ടേ? അങ്ങളെ അതപ്പനാ. നീ എന്ത് പിച്ചുമ്പയൊക്കെ പറയണേ?
മരിച്ചുപോയ ആളെ കാണ്. എൻ്റെ പൊന്നെ ലോറസങ്ങളെ, ഞാൻ ശരിക്കും കണ്ടതാ. അത് അപ്പം തന്നെയാ. എടാ ജോമോനെ, അത് തോന്നലായിരിക്കും. നീ ഇത് തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്താ? ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? അത് ശരി. അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒരു ഭ്രാന്തനാക്കാൻ നോക്കുമല്ലേ? അതല്ല മോനെ. എന്തല്ലെന്ന് ഞാൻ എൻ്റെ കണ്ണി കണ്ട കാര്യം പറഞ്ഞത്. അപ്പോഴേക്കും നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കിയോ? അവിടെ എങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ വാ. ഞാൻ അങ്ങോട്ടില്ല. ഇവിടെ നിന്ന് നടക്കുന്നത് എനിക്കറിയണം. അങ്ങനെയൊന്നും ഇല്ലടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലടാ. ദേ കണ്ടോ ഡേവിസാ, എനിക്ക് നീയും അവനൊക്കെ ഒരേപോലെ തന്നെയല്ലേ. ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ അല്ലേ നീയും വളർന്നേ. നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാണെങ്കിൽ നീ നമ്മുടെ മാനുവലച്ഛനെ ഒന്ന് പോയി കാണ്. പിന്നെ കുറേ നാളായി പറയണമെന്ന് വിചാരിക്കണം, വലിയും കൂടിയൊക്കെ കണ്ട് നിർത്തിക്കോ. അതിൻ്റെ പണിയായിരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? എന്തിനാ നിനക്ക് നിന്റെ അപ്പനോട് ഇത്ര വലിയ വിരോധം? ഈ നാട്ടിൽ ആരും ആളെക്കുറിച്ച് മോശമായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മാത്രമല്ല ജോമോനെ, നാട്ടിലെല്ലാവർക്കും ആളെക്കുറിച്ച് വലിയ ബഹുമാനമാണല്ലോ. ബഹുമാനം സ്വന്തം കുടുംബത്തോടില്ലാത്ത സ്നേഹമായിരുന്നു അച്ഛാ അങ്ങേർക്ക് നാട്ടുകാരോട്. ജോമോനെ, അപ്പനോട് നിനക്ക് ദേഷ്യമുള്ളത് കൊണ്ടാകണം അപ്പൻ എന്ത് ചെയ്താലും നീ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്. പിന്നെ നീ എന്നോട് പറഞ്ഞ കാര്യം ആര് കേട്ടാലും അത് വെറും തോന്നലാണെന്ന് മാത്രമേ പറയുള്ളൂ. മനസ്സൊന്ന് ശാന്തമാക്ക. നെഗറ്റീവായിട്ടുള്ളതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാകും. എല്ലാം മനസ്സിൻ്റെ ഓരോ കളികൾ മാത്രമാണ്. മനസ്സിൻ്റെ കളി ഇങ്ങനെയാണെങ്കിൽ കളി കഴിയുമ്പോഴത്തേക്കും എൻ്റെ മരിപ്പിന് അച്ഛൻ ഒപ്പീസിലേണ്ടി വരും. വിഡിത്തം പറയാതെ ജോമോനെ, ഇനി അത് ശരിയാണെന്ന് ഞങ്ങൾ വെച്ചോ. എന്നാലും നീ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പൻ നിനക്ക് തന്ന ശിക്ഷയാണെന്നങ്ങ് കരുതിയാൽ മതി. ഇനിയെങ്കിലും നിന്റെ ദുശ്ശീലങ്ങളൊക്കെ നീ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ജീവിച്ചിരുന്നപ്പോൾ അങ്ങേർക്ക് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയിലായിരുന്നു. പിന്നെയല്ലേ മരിച്ചപ്പോൾ. നീ ഇങ്ങനെ വെറുതെ കാട് കയറാതെ. അഥവാ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അച്ഛൻ ഈ ദൈവിക ശക്തിയൊക്കെ ഉപയോഗിച്ച് അപ്പനെ ഒന്ന് കുരിശി തിളയ്ക്കാൻ പറ്റൂ? അപ്പനെ അല്ല, നിന്നെയാ തളയ്ക്കേണ്ടത്. നീ വന്നേ, കുമ്പസാരിച്ചിട്ട് പോയാൽ മതി. അപ്പ നിർത്തിക്കോ.
ചത്തോളിഞ്ഞിട്ട് ടോർച്ചർ ചെയ്ത് നിൽക്കരുത്. ശരി, ഞാൻ മാമൻ്റെ കൂടെ പൊക്കോളാം. അല്ലെങ്കിൽ തന്നെക്കാളും ഭേദം അവർ തന്നെയാ. അല്ലെങ്കിലും അവര് പറയുന്നതന്നെ ശരി. അപ്പൻ താൻ്റെ ഒരു ചെറ്റയാണോ? ആരും ഇഷ്ടമല്ലാത്ത ഒറ്റ ബുദ്ധി ഉണ്ടാക്കുന്ന ഒരു റിസൾട്ട് ഇപ്പൊ കിട്ടിയിട്ടില്ല, നമുക്ക് നോക്കാം എന്തായാലും. ജോമോനെ, എന്ത് തോന്നുന്നു നിനക്കിപ്പോ? ഓക്കെ ആണോ? ബെറ്റർ ആയിട്ടുണ്ടോ? അതപ്പം തന്നെ അപ്പൻ എന്നോട് എന്തൊക്കെ പറയണം. ഇതിൻ്റെ ഒരു കോപ്പ്. ഡോക്ടറെ ഇവൻ ഫുള്ള് വലിയും കൂടിയാ വീട്ടിൽ. അതുമാത്രമല്ല, അവൻ്റെ അപ്പം മരിച്ചടക്കുമ്പോൾ ചെക്കനെ വീട്ടിൽ ഏതോ പൊടി അടിച്ച് കിടക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ ചെയ്യുന്നല്ലേ എല്ലാവരും പറയുള്ളൂ. എന്തായാലും ഇങ്ങനെ പറ്റില്ല ഡോക്ടറെ. മൂക്കുന്നതിന് മുമ്പ് ഇവന് ചികിത്സിക്കണം. എന്നെ പറഞ്ഞ് ഭ്രാന്തനാക്കണ ഇവിടെ ആരും നോക്കണ്ട. ജോമോൻ ആദ്യം ഒന്ന് റിലാക്സ് ആയിക്കേ. ജോമോൻ ഇവിടെ ഒരാഴ്ച നിൽക്കാവോ? ഞാൻ ജോമോനെ റെഡിയാക്കി തരാം. ഓക്കെ അല്ലേ? നീ ഇവിടെ നിൽക്കില്ലേ എന്നൂടെ? ജോബോനെ, നിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ അടിക്കുന്നു വേണ്ട. നിങ്ങൾ എന്തൊക്കെയാ അവിടെ പറഞ്ഞു? ഞാൻ എന്ത് പൊടി വിളിച്ചു എന്നാ? നിങ്ങളെന്തിനീ കള്ളം പറഞ്ഞേ? മതിയില്ലാത്തതിന് നാടകം. എന്താ നടന്നെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. നീ ഉണ്ടാക്കൂടാ. അളിയ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ കാര്യം? നമ്മുടെ ഹൈവേയുടെ സൈഡിലുള്ള 2 ഏക്കർ സ്ഥലമില്ലേ, അതിന് പറ്റിയൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഡേവിസ് ഒപ്പിച്ചതാ. 14 അവർ പറയണേ. ഒന്ന് പെരുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 15 നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് അങ്ങളെ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബിസിനസ് തുടങ്ങാമല്ലോ. പിന്നെ അപ്പന് വേണ്ടി എന്തെങ്കിലും സേവിങ് ചെയ്യാമല്ലോ. ആളിയനെന്തു പറയുന്നു? സ്വത്ത് ഭാഗം വെച്ച സ്ത്രീധനമായിട്ടും കുറേയൊക്കെ അങ്ങ് തന്നതല്ലേ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങ് ദഹിച്ചോ? എന്ത് തോന്നുന്നു? നിങ്ങൾ കിട്ടിയതിൻ്റെ 10-1 പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മൂത്ത സന്തതി എന്ന സ്നേഹം കൊണ്ട് തനിക്കെല്ലാം തിന്നാൻ തന്നിട്ട്
അതിന്റെ ബാക്കി എച്ചിൽ ഞങ്ങൾക്കാണെങ്കിൽ അത് നടക്കില്ല. ലോറൻസേ, അപ്പനും അമ്മയ്ക്കും ഞങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. എന്നാൽ അവസാന കാലത്ത് മൂണും ഉറക്കവും എല്ലാം കളഞ്ഞിട്ട് രണ്ടാളെ നോക്കിയത് എൻ്റെ മേരിക്കുട്ടിയാ. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നത്. മേരിക്കുട്ടി പോയി. ഇനിയുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ മോൻ അവകാശപ്പെട്ടതാ. അതിൽ നിന്ന് ഒരു തരി മണ്ണോ ഒരു ചെല്ലി കാശോ നിനക്കൊന്നും തരാൻ പോകുന്നില്ല. തൻ്റെ ഒരു മോൻ ഇപ്പോഴും നേരം വിളിക്കാത്ത പാഴ് ജന്മത്തിന് എന്തിനാണോ ഇത്ര അധികം സ്വത്ത്? കഴിവേറുടെ മക്കളെ, ഇതിനായിരുന്നില്ല നീയൊക്കെ പരുന്ത് വട്ടം കറങ്ങണ പോലെ എന്റെ ഇതിലെ കിടന്ന് നട്ടം തിരിഞ്ഞത്. ഇനി ഇതുങ്കാനും എടുത്തിട്ട് എന്റെ മോന്റെ നെഞ്ചത്തോട്ടുകാരും കയറാൻ വന്നു കഴിഞ്ഞാ എന്റെ അപ്പന്റെ പേര് ചാണ്ടിച്ചിരെന്നാണെങ്കിൽ പണ്ട് മൊയലിനെയും പന്നീനെയും അടിച്ചിട്ട് തോക്ക് എന്റെ പെരയ്ക്കാതിരിപ്പുണ്ട്. അതെടുത്തിട്ട് രണ്ടിനും നെഞ്ചത്ത് കയറ്റി ഞാന്. അപ്പാ ഇനി എന്തേണ്ടേ? അയാളുടെ പെട്ടിയിലാണ് ഇടിക്കാൻ സമയമായിടാ. ഞങ്ങൾ പറയുന്ന പോലെ ഡോക്ടർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇനിയും ഞങ്ങൾ തരാം. ഇവിടെ എന്താ മോനെ സംഭവിക്കുന്നത്? അച്ഛനൊന്നും മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. ജോമോനെ, നിനക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല. അസുഖം ഉണ്ടെന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോമോനെ, നിനക്ക് ഭ്രാന്താണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇത്രയും സ്വത്തുക്കള് നിന്റെ കയ്യിൽ സേഫ് ആകില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ സ്വത്തുക്കള് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ എനിക്കതിന് പറ്റില്ല. കാരണം നിന്റെ അപ്പനോ ഈപ്പച്ചന്റെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് ഓർഫണേജിലായിരുന്ന എന്നെ പോലെയുള്ള പലരും ഇപ്പൊ നല്ല നിലയിലാണ്. നിനക്ക് നിന്റെ അപ്പനോട് തീരെ വെറുപ്പല്ലായിരുന്നോ? പക്ഷെ ഇപ്പൊ അതിനൊരർത്ഥം ഉണ്ടായിരുന്നില്ല എന്ന് നിനക്ക് ബോധ്യായില്ലേ ജോമോനെ? അവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിലുണ്ടോ? തെളിവ്
അത് നിങ്ങളുടെ ലോക്കറിലാണ്. ഇനി ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? രക്ഷപ്പെട്ടു എന്നുള്ള വിചാരം വേണ്ട ഡേവിസേ. ഇനിയുള്ള നിൻ്റെ ഈ പേടിച്ചുള്ള ജീവിതം ഉണ്ടല്ലോ, അത് തന്നെ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. അപ്പൊ ഇതെല്ലാം ചെയ്തത് ഈപ്പച്ചന്റെ ആത്മാവായിരുന്നോ? നിനക്കുണ്ടായിരുന്നത് ഒരു അസുഖമല്ല, ഒരു തരം മെന്റൽ മാനിഫെസ്റ്റേഷൻ മാത്രമായിരുന്നു. അപ്പന്റെ മരണം നിന്റെ മനസ്സിനെ ബാധിച്ചിരുന്നു. പിന്നെ നിനക്ക് സംഭവിച്ചെന്ന് നീ പറഞ്ഞ കാര്യം അറിഞ്ഞോ അറിയാതെയോ നീ തന്നെ സ്വയം സൃഷ്ടിച്ചതാവാം. ശരി അച്ഛാ. എന്നാലും നീ ചെയ്തത് പാപമല്ലേ ജോമോനെ? അച്ഛൻ അതൊരു വിശുദ്ധ പാപമായിട്ട് കണ്ടാൽ മതി.